നബിതങ്ങളുടെ കാലത്തില്ലാത്ത എല്ലാം ദീനിന് പുറത്താണ് മിസ്റ്റർ. എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെങ്കിൽ നമ്മൾ ഇന്ന് ഓതുന്ന ക്രോഡീകരിച്ച ഖുർആൻ നബിയുടെ കാലത്തില്ലല്ലോ. നമ്മൾ ഇന്ന് കാണുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ബുഖാരി, മുസ്ലിം പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങൾ നബിയുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് പോലും ഇല്ലല്ലോ. നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആനിന്റെ എഴുത്തിന് പുള്ളിയും ഹറക്കത്തും റസൂലിന്റെ കാലത്തുണ്ടോ? ഇതേപോലെ തന്നെ മദ്രസകളും യതീംഖാനകളും കോളേജുകളും സ്കൂളുകളും ഒക്കെ റസൂലിന്റെ കാലത്തുണ്ടോ? ഓൺലൈൻ മദ്രസ സംവിധാനമുണ്ടോ? ഇനി മദ്രസയും യതീംഖാനയും ഒക്കെ പറഞ്ഞാൽ അറിവ് പഠിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ യതീമിനെ സംരക്ഷിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയായിരിക്കും ന്യായങ്ങൾ. അവരോട് ചോദിക്കാനുള്ളത്, നേരത്തെ ഞാൻ നബിദിനത്തെ സമർത്ഥിക്കുന്ന ഹദീസ് പറഞ്ഞപ്പോഴും ഖുർആൻ ആയത്ത് പറഞ്ഞപ്പോഴും ഈ ആയത്തും ഹദീസും സ്വഹാബാക്കൾക്ക് മനസ്സിലായില്ലേ എന്ന് കമന്റുകളിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് യതീമിനെ സംരക്ഷിക്കാനും അറിവ് പഠിക്കാനും റസൂൽ പറഞ്ഞപ്പോൾ ഇത് കേട്ട സ്വഹാബാക്കൾക്ക് മദ്രസയെക്കുറിച്ചും യതീംഖാനയെക്കുറിച്ചും അറിവുണ്ടായില്ലേ? എടോ, നബിയെ സ്നേഹിക്കാനും അവിടുത്തോടുള്ള മുഹബത്ത് കാണിക്കാനും നമുക്ക് ഹലാലായ ഏതു മാർഗവും സ്വീകരിക്കാം.